ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പെരുമ്പാവൂർ മൂവാറ്റുപുഴ റൂട്ടിൽ പായിപ്ര കവലയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന സബേൻ ഹോസ്പിറ്റൽ ജംഗ്ഷനിലുള്ള ഒരു സ്ഥാപനത്തിലേക്കാണ്. സബേൻ ഹോസ്പിറ്റൽ ഇന്ത്യയിലെ തന്നെ കുട്ടികളില്ലാത്തവരെ സംബന്ധിച്ച് ആശാവഹമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ. ഈ സ്ഥാപനത്തിന് അഭിമുഖമായാണ് നമ്മൾ പോകുന്ന സഫാമെഡ് എന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത ഈ കാണുന്നതാണ്. സഫാമെഡ് എന്ന സ്ഥാപനം, ഈ സ്ഥാപനം മൂവാറ്റുപുഴ BOCയിൽ പ്രവർത്തിക്കുന്ന സന്നാര ഗിഫ്റ്റ് ഹൗസ് എന്ന സ്ഥാപനത്തിൻ്റെ സഹോദര സ്ഥാപനമാണ്. ഇതുപോലെ തന്നെ മറ്റൊരു സഹോദര സ്ഥാപനം ആലുവയിലുള്ള അശോകപുരം ജംഗ്ഷനിലും പ്രവർത്തിച്ചു വരുന്നു. നമ്മൾ സഫാമെഡ് എന്ന ഇംഗ്ലീഷ് മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെ കുട്ടികൾക്ക് ആവശ്യമുള്ള ബേബി കെയർ എക്യുപ്മെൻറ്റ്സ് എല്ലാം ലഭിക്കുന്ന ഏക സ്ഥാപനം എന്നുള്ള നിലയിൽ സബേൻ ജംഗ്ഷനിലുള്ള ഈ സഫാമെഡ് പ്രശസ്തമാണ്. ഇവിടെ നിന്ന് ലഭിക്കാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ട എല്ലാ മരുന്നുകളും ലഭിക്കുന്നു എന്ന് മാത്രമല്ല, കുട്ടികളുടെ ജനനം മുതൽ കുട്ടികളുടെ കളിച്ചു വളരുന്ന പ്രായം മുതൽ കൗമാരക്കാരം വരെയുള്ള എല്ലാ എക്യുപ്മെൻസും ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത. മെഡിസിൻ മാത്രമല്ല, കുട്ടികൾ ഇവിടെ വന്ന് കണ്ടാൽ ഒരു പക്ഷേ സഫാമെഡിനെ മറക്കാതിരിക്കില്ല. കാരണം അതിൻ്റെ അകത്തളങ്ങൾ വിശാലമാണ്. കോട്ടയം അയ്യപ്പാസ് പോലെ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കിയാൽ വിശാലമാണ് എന്ന് പറയുന്നത് പോലെയല്ല, അകത്തളങ്ങൾ വിശാലം തന്നെയാണ്. ഇവിടെ തുടങ്ങുന്നു. ഒരു കുട്ടി ഹോസ്പിറ്റലിൽ ജനിച്ചു കഴിയുമ്പോൾ മുതൽ ഈ എക്യുപ്മെൻറ്റ്സ് മുതൽ നമുക്ക് ആവശ്യമായി വരികയാണ്. ഇതിനു മുമ്പ് മെഡിസിൻ രംഗത്തും മറ്റും അനവധി അനുഭവങ്ങളുള്ള നമ്മൾക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ചും പറയേണ്ടതില്ലല്ലോ. അങ്ങനെ നമ്മൾ സഫാമെഡിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഓരോ ഘട്ടങ്ങളിലും കുട്ടികളുടെ ഭക്ഷണം, അത് അമ്മിഞ്ഞം പാൽ കൂടാതെ അവന് ഇന്നത്തെ കാലത്തിൽ ഒന്നാമനായി വളരാനുള്ള മത്സരത്തിലാണല്ലോ കമ്പോളങ്ങളിലും അതുപോലെ മാതാപിതാക്കളുടെ ഉള്ളിലും ത്വരയായി ഉയർന്നു നിൽക്കുന്ന ചിന്ത. അതിന് അനുയോജ്യമെന്നോണം കമ്പോളം എല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. 1 മുതൽ A to Z മുതൽ എന്ന് പറഞ്ഞതുപോലെ എല്ലാം വളരെ ഭംഗിയായി ചിട്ടയോടും കൂടി ഈ കാണുന്ന സൗഹാർദ്ദപരമായ ആശാവഹമായ പ്രതീക്ഷാനിർഭരമായ ചിരിയിലൊതുക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം ഇവിടെ 1 by 1 സ്റ്റെപ്പായിട്ട് ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഏത് കമ്പനിയുടേതാണ്, അതിൻ്റെ ബ്രാൻഡുകൾ എന്താണ് എന്നൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം ലോക കമ്പോളം അത്യുന്നതങ്ങളിൽ വിശാലമായി പ്രവർത്തിക്കുകയാണല്ലോ. നമ്മുടെ മനസ്സിനെ കീഴടക്കുന്ന തരത്തിലുള്ള വർണ്ണാഭമായ കളറുകളിലും മറ്റുമാണ് ഇന്ന് ബേബി ഫുഡുകളും ബേബി ഉൽപ്പന്നങ്ങളുമെല്ലാം വിറ്റഴിക്കപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നതും കുട്ടികളുടെ മെഡിസിനും അവരുടെ മറ്റ് കെയർ ഉൽപ്പന്നങ്ങൾക്കും അവരുടെ കളിക്കോപ്പുകൾക്കും അവരുടെ പുസ്തകങ്ങൾക്കും ഡ്രസ്സുകൾക്കുമാണെന്ന് നാം പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. അങ്ങനെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൻ്റെ ഒരു വശം ഓരോ റാക്കായി വെറുതെ ഒന്ന് കണ്ടുവരികയാണ്. ഇത് കണ്ടുവരുമ്പോഴാണ് മെഡിസിനേക്കാൾ ഉപരി നമ്മളെ മനം കുളിർപ്പിക്കുന്ന മറ്റ് കാഴ്ചകൾ. ഇതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു സഹോദര സ്ഥാപനമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇദ്ദേഹത്തിൻ്റെ പേരാണ് അഫ്സൽ. ഇദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഓരോ റാക്കിലൂടെയും സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾ കണ്ടിട്ട് പോലുമില്ലാത്ത ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും മുന്തിയ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് മാർക്കറ്റിൽ ലഭ്യമാകുക. നമ്മളുടെ കാലത്തൊക്കെ ഇത്തരം സാധനങ്ങൾ തന്നെ അന്യമാണ്. ഇന്നത്തെ കുട്ടികൾ വളർന്ന് വലുതാകുന്നതും ഓരോ ഘട്ടത്തിലൂടെയും ആ ഘട്ടത്തിൽ വരുന്ന ചിലവുകളും നമുക്ക് അപ്രാപ്യമാണ്. എങ്കിലും നമ്മൾ ആ വഴിയെ പിന്തുടരുകയാണ്.
അല്ലാതെ നമ്മൾക്ക് നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഓരോ സ്റ്റേജിലുള്ളവർക്കുമുള്ള ഭക്ഷണങ്ങളും ടിൻ ഫുഡുകളും ഒക്കെ നാം കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്കുള്ള കളിക്കോപ്പുകൾ, അവർ ബെഡിൽ കിടക്കേണ്ടത്, കുഞ്ഞാകുമ്പോൾ കിടക്കേണ്ടത്, വലുതാകുമ്പോൾ കിടക്കേണ്ടത്, നടക്കാൻ പഠിക്കുന്നത്, ഓടാൻ പഠിക്കുന്നത് എന്ന് വേണ്ട, മലമൂത്ര വിസർജനം ചെയ്യാൻ പഠിക്കുന്നതുൾപ്പെടെ എല്ലാ എക്യുപ്മെൻസുകളും ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മെഡിസിൻ രംഗത്തും അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളും അതുപോലെ വാസന സോപ്പുകളും എന്ന് വേണ്ട എന്തെല്ലാം ഐറ്റങ്ങളുണ്ടോ ഇന്ന് മാർക്കറ്റിൽ അതെല്ലാം ഈ സഭാമെഡ് എന്ന സ്ഥാപനത്തിൽ ലഭ്യമാണ്. വളരെ ആത്മാർത്ഥതയോടെ സാധനങ്ങൾ നമുക്ക് വളരെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും തരുന്ന ജീവനക്കാരും ഒക്കെ ഈ സ്ഥാപനത്തിൽ സുലഭമായിട്ടുള്ളത് കൊണ്ട് കൃത്യതയോടെ നമ്മൾ ചീട്ടുമായി എത്തിയാൽ അവ മാറിപ്പോകാതെ തന്നെ ആ അളവിലും തൂക്കത്തിലും അതുപോലെ കുട്ടിയുടെ പ്രായത്തിന് അനുയോജ്യമായ കളിക്കോപ്പുകളും അവർക്ക് വേണ്ടുന്ന മറ്റ് എക്യുപ്മെൻസുകളും വിശ്വാസ്യതയോടെയും കൃത്യതയോടെയും തരാൻ ഈ സ്ഥാപനത്തിൻ്റെ ജീവനക്കാരും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും സദാ സന്നദ്ധരാണ്. അങ്ങനെ നമ്മൾ കാണേണ്ടതും പുതിയതായി കണ്ടിട്ടില്ലാത്തതുമായ കൗതുകകരമായ ഓരോ ഉൽപ്പന്നങ്ങളും ഞാനങ്ങനെ നോക്കിക്കാണുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനൽ യൂട്യൂബിൽ കയറി അടിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളങ്ങനെ ചെയ്യും എന്നെനിക്കറിയാം. നമ്മൾ സഭാമെഡിൻ്റെ പുതിയ ഉൽപ്പന്നങ്ങളിലേക്ക് അതുപോലെ ഓരോന്നിൻ്റെയും ഭംഗിയും വർണ്ണാഭമായ ആ കാഴ്ചകളും കണ്ട് ആസ്വദിക്കുകയാണ്. ഇതാണ് മറ്റൊരു നില. ഇതെന്താണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മൾ ഒരു കാലത്ത് തീണ്ടാരിത്തുണി എന്നൊക്കെ പറയുമായിരുന്ന ഘട്ടം മാറി ഇന്ന് ഇതെല്ലാം മാർക്കറ്റൈസ് ചെയ്ത് ഇതൊക്കെ പുതിയ ലേബലിൽ വൻകിട കമ്പനിക്കാരുടെ ഉൽപ്പന്നങ്ങളായി മാറിയിരിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ട എല്ലാതരം പാടുകളും അതുപോലെ തന്നെ എല്ലാ വസ്ത്രങ്ങളും പാഡുകളുമൊക്കെ സുലഭമായി ലഭിക്കുന്നു. ഇതൊക്കെ ഇന്ന് ആർത്തവം അയിത്തമാണെന്ന് പറഞ്ഞ പുതിയ ആളുകളും പുതിയ ഉയർച്ചയിലുള്ള ആളുകളും ഇത് അവരുടെ കമ്പനിക്കാർ പക്ഷേ ഇത് വൻ മുതലാളിത്ത കമ്പനിയായി തന്നെ ഇതിൻ്റെ ഉൽപ്പാദനം കൊണ്ട് മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. നാപ്കിനും അതുപോലെ പാഡുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ എന്ന് വേണ്ട, അതുമാത്രമല്ല അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ ഈ സ്ഥാപനം വളരെ വിശാലമായി തന്നെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുള്ളത്. ജീവനക്കാരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആത്മാർത്ഥതയോടെയും വളരെ സന്തോഷത്തോടെയും പുഞ്ചിരിച്ചുകൊണ്ട് നമ്മെ സ്വീകരിക്കുകയും അവയിൽ എല്ലാം കൃത്യതയോടെ നമുക്ക് ഭംഗിയായി പാക്ക് ചെയ്ത് തരികയും ചെയ്യുന്നു എന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ ഉൾക്കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. കാരണം ഈ സ്ഥാപനത്തിലെ ഓരോ സാധനങ്ങളും ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു. കാരണം ഇന്നുള്ള പുതിയ മാർക്കറ്റുകളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതും ന്യൂ ജെന്നായിട്ട് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ഇത് എന്തിനുള്ളതാണെന്ന് പോലും നമ്മൾക്കറിയില്ല. പക്ഷേ പുതിയ കുട്ടികൾക്ക് ഈ വക കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. കാരണം ഇന്നത്തെ കുട്ടികൾ ഒരു കൗമാരത്തിലെത്തും മുമ്പേ അവൻ ഒരുപാട് അറിവുകൾ സമ്പാദിച്ച് തന്നെയാണ് ജനിച്ചു വരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. കുട്ടികളുടെ അറിവിൽ നമ്മൾ അന്താളിച്ചു പോകുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ഉൽപ്പന്നങ്ങളെല്ലാം കൃത്യതയോടെ ബ്രാൻഡഡ് നെയിം പറയാൻ ഇന്നത്തെ കുട്ടികൾ സജ്ജരാണ്. അത്രമാത്രം അറിവുകൾ അവരിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഉൽപ്പന്നങ്ങൾക്കും അവരുടെ മെഡിസിൻസിനും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും പ്രത്യേകിച്ചും മാർക്കറ്റിൽ വലിയ വിലയുമാണ് എന്ന് നമുക്കറിയാം. ഈ കാണുന്നത് പോലെ എത്രയോ തരം കുഞ്ഞ് കൊതുകുവലയിട്ട കിടക്കകളും അതുപോലെ കുഞ്ഞു വണ്ടികളും കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ്. എത്ര കണ്ടാലും മതി വരില്ല. കാരണം നമ്മളും ഒരു ബാല്യത്തിലൂടെ കടന്നു പോകുന്നു ഈ കാഴ്ചകൾ കാണുമ്പോൾ എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് എടുത്തു പറയാതിരിക്കാൻ തരമില്ല. നമ്മളുടെ പ്രായമല്ല കുട്ടികൾക്ക്, എന്നിരുന്നാലും നമ്മൾ ആ പ്രായത്തിലേക്ക് ഈ കാഴ്ചയിലൂടെ നമ്മൾ എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം. അങ്ങനെ ഓരോ കടയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്.
ഇത് സെഫാമെഡ് എന്ന കമ്പനിയുടെ ബ്രാൻഡഡ് മെഡിസിൻസുകളും എല്ലാം ഒന്നിച്ച് ഒരു കുടക്കീഴിൽ, അതുപോലെ മറ്റ് കളിക്കോപ്പുകളുമെല്ലാം ഒരു കുടക്കീഴിൽ വിൽക്കുന്നു എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് നാം ആദ്യമേ പറഞ്ഞല്ലോ. ഇതെല്ലാം നാം ഒന്ന് നോക്കൂ. എന്ത് മനോഹരങ്ങളാണ്, എന്ത് രസകരങ്ങളാണ് കാര്യങ്ങൾ, എന്തെല്ലാം കളറുകളാണ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ വേറെ എങ്ങോ ലോകത്തിൽ ജീവിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. കുഞ്ഞു വണ്ടികൾ, അതുപോലെ തന്നെ കുഞ്ഞു പാവകൾ, ഇതൊക്കെ അതിമനോഹരമാണ്. ഇതെല്ലാം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവർ ഒരുക്കി വയ്ക്കുമ്പോൾ കുട്ടികളായിട്ട് ചെല്ലുന്നവർ പ്രത്യേകിച്ചും അതിൽ കയറി കുട്ടി പിടിച്ചിരിക്കും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിനാൽ നമ്മുടെ പോക്കറ്റിൽ അല്പം കാശൊക്കെ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം നമുക്കറിയാമല്ലോ. ഇന്നത്തെ കാലത്ത് ഒരു കുട്ടി ജനിച്ച് ഒന്ന് മുതിർന്നു വരുമ്പോഴേക്കും മാതാപിതാക്കളുടെ പരിപ്പിളകിയിരിക്കും ഒന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് കടയുടെ പിന്നാമ്പുറങ്ങളിൽ നിന്നും മുന്നാമ്പുറത്തേക്കെത്തി കൗണ്ടറിലേക്ക് നമ്മൾ എത്തുകയാണ്. കൗണ്ടറിൻ്റെ സൈഡിൽ ഒരുക്കി വച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങളാണ്, ഇത് പറയേണ്ടതില്ലല്ലോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെയും ആകർഷിക്കും. കുട്ടികൾ ഇതിലേക്ക് അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്കാണ് അവയുടെ ഒരുക്കി വച്ചിരിക്കുന്ന നിലപാടുകളും ഒക്കെ. വളരെ സന്തോഷകരമായി ഞാനങ്ങനെ കടയിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ ചാനൽ കാണാത്തവർ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവർ ഉടനെ കാണുക. യൂട്യൂബിൽ ഈ ചാനൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സഹകരിക്കണം. ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഉടമ അഫ്സൽ വളരെ സന്തോഷവാനായി അങ്ങനെ കസ്റ്റമേഴ്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒന്നും കൂടെ റൗണ്ടപ്പ് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഇതൊരു കാഴ്ചയാണോ എന്നൊരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതൊരു കാഴ്ച തന്നെയാണ്. ഒരു ബാല്യം മുതൽ ഒരു കുട്ടി ജനിച്ച് പ്രായമാകുന്നത് വരെയുള്ള ഘട്ടങ്ങളിലേക്കുള്ള വേണ്ടുന്നതെല്ലാം കിട്ടുന്ന ഒരു സ്ഥാപനമെന്ന് പറയുമ്പോൾ ഒരു ബാല്യ കൗമാര യൗവനം പോലെ ഈ കടയിലൂടെ ഒന്ന് ചുറ്റി വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നു. അതാണ് എനിക്ക് ഇവിടെ കൊണ്ട് അനുഭവപ്പെട്ട ഫീല്. തീർച്ചയായും ഇതുപോലുള്ള കാഴ്ചകൾ ഞാൻ ഇനിയും നിങ്ങളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് എത്തിക്കുന്നതാണ്. നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സന്തോഷവും എല്ലാം തുടർന്നും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.